എല്ലാവർക്കും സ്വാഗതം. വൈജയന്തിയുടെ നാശത്തിന് കാരണം അലീനയാണ് എന്ന് വൈജയന്തി മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നല്ലോ, നിന്റെ നാശത്തിൻ്റെ കാരണം നിന്റെ ഈ ദൂഷിച്ച മനസ്സ് തന്നെയാണ്. അതൊന്നും മാറ്റി എല്ലാവരോടും വിനയത്തോടു കൂടിയും ഒക്കെ സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയും കേട്ടോ മുത്തശ്ശി. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ എന്തിനാ അമ്മയുടെ ഉപദേശം കേൾക്കുന്നത്, ഞാൻ പോവാന്ന് പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എണീക്കും കേട്ടോ. എന്നിട്ട് കുറച്ചങ്ങ് നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് വരാം, ഞാൻ മാത്രമല്ലേ നന്നായിട്ട് നോക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തി ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നത്. വൈജയന്തി പോയി കഴിയുമ്പോഴും മുത്തശ്ശി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരിച്ചു വന്നിട്ട് ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും മുത്തശ്ശി അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് അലീനേനെയും ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ ഇതുവരെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ ഇവിടെ അടുത്താണോ വീട് എന്ന് ചോദിക്കും. അപ്പം അല്ല, ഇനിയും കുറേ ദൂരമുണ്ട്, പിന്നെ അച്ഛന് ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കുറേ സമയമായില്ലേ ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുന്നു, അതുകൊണ്ട് പുറത്തിറങ്ങി കൈയും കാലൊക്കെ ഒന്ന് നിവർത്തണം, അതുപോലെ തന്നെ നടുവൊക്കെ ഒന്ന് നിവർത്തണം, ഇവിടെയാണെങ്കിൽ നല്ല ശുദ്ധവായും കിട്ടും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അലീന ഇറങ്ങുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന അവിടുത്തെ നല്ല സ്ഥലമാണല്ലോ അച്ഛന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രന് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉള്ള പോലെ അലീനയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീന അത് ചോദിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം അലീന ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നുകൊണ്ട് അലീനയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനെന്തേലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ ടെൻഷനുണ്ട്, നിനക്കതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛനെ കണ്ടാൽ തന്നെ അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ടെൻഷൻ എന്നെക്കുറിച്ച് ഓർത്താണോ എന്ന് അലീന ചോദിക്കുമ്പോൾ അതേന്നും പറയൂ കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ അപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് എന്താ അച്ഛന് ടെൻഷൻ എന്ന് അലീന എടുത്ത് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പിന്നെ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് സ്റ്റാൻലി ജോസഫ് എന്ന പേര് പറഞ്ഞതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല വെച്ചാൽ ആരാ സ്റ്റാൻലി ജോസഫ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അദ്ദേഹം ഒരു റിട്ടയർഡ് കേണലായിരുന്നു എന്ന്. അപ്പം അങ്ങനെ ഒരുപാട് പേര് കാണില്ലേ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നത്. അദ്ദേഹമായിരുന്നു ഗംഗാധര മേനോൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന, ആഗ്രയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാൻലി ജോസഫ് എന്ന് പറയും. എന്നിട്ട് പിന്നെ അവിടെ ആഗ്രയിൽ നടന്ന കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അലീനയോട് അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റാൻലി ജോസഫ് വൈജിയുമായിട്ട് സ്നേഹത്തിലായതും പിന്നീട് ഗംഗാധര മേനോന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയ സമയത്ത് സ്റ്റാൻലി ജോസഫ് വൈജിക്ക് അവിടെ സ്കൂളിൽ തന്നെ ജോലി ശരിയാക്കി കൊടുത്തതും പിന്നീട് അവർ ഒരുമിച്ച് വീടെടുത്ത് താമസിച്ചതും ഗർഭിണിയായതും അതുപോലെ തന്നെ സ്റ്റാൻലി ജോസഫ് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കൊല്ലപ്പള്ളിക്കാർ വൈജയനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കാര്യം ഒക്കെ ഇങ്ങനെ സ്റ്റാൻലി എന്നോട് പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ, ആരാ അച്ഛനോട് ഇത് പറഞ്ഞത്, സ്റ്റാൻലി ആരോടാ പറഞ്ഞത് എന്നിങ്ങനെ അലീന ചോദിക്കും കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അച്ഛൻ സ്റ്റാൻലിനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, എനിക്ക് അദ്ദേഹത്തിനെ കണ്ടെത്തണമായിരുന്നു, നിന്നോട് ഞാൻ സ്റ്റാൻലി ജോസഫ് എന്ന പേര് മാത്രം പറഞ്ഞുകൊണ്ട് നിനക്ക് അദ്ദേഹത്തിനെ കണ്ടെത്താൻ പറ്റുമായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ, അന്ന് പിന്നെ വൈജിയായിട്ടും സ്റ്റാൻലി ആയിട്ടും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ വൈജയനെ കൊല്ലപ്പള്ളിക്കാരെ പിടിച്ചുകൊണ്ടുവന്ന ശേഷം. അപ്പോൾ പാലായിൽ വന്ന് അന്വേഷിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ അതും അന്വേഷിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സ്റ്റാൻലി ജോസഫ് വൈജയനെ അന്ന് പിടിച്ചുകൊണ്ടുവന്ന സമയത്ത് അറിയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോണും എല്ലാം ഇങ്ങനെ അവർ പിടിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൊല്ലപ്പള്ളിക്കാർ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോം അറസ്റ്റ് ആയിരുന്നു വൈജയുടെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻലി പിന്നീടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സ്റ്റാൻലി അവളെ ഇങ്ങനെ ആഗ്രയിൽ ഇങ്ങനെ ആക്കി പോരുന്ന സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്നു വൈജ എന്ന് അങ്ങനെ പറഞ്ഞു എന്നാണല്ലോ ബാലേന്ദ്രനോട് പറഞ്ഞത്. അപ്പോഴാണ് അലീന ചോദിക്കുന്നത്, ആരോട് പറഞ്ഞു എന്ന് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് അലീനയ്ക്ക് മനസ്സിലായി. പിന്നീട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ആരാന്നുള്ളതും അലീനയ്ക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ സ്റ്റാൻലി ജോസഫ് ആരാന്നുള്ളതെന്ന് പറയുമ്പോൾ, അതെ എൻ്റെ പപ്പയല്ലേ എന്ന് ചോദിക്കും കേട്ടോ. പിന്നീട് ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അലീന. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നിനക്കിങ്ങനെ ആർക്കായാലും സാമാന്യ ബുദ്ധിയുള്ള ആർക്കായാലും ചിന്തിച്ചാലും മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ഒരമ്മ ഉണ്ടെങ്കിൽ ഒരച്ഛനും ഉണ്ടാവും എന്നുള്ളത് എന്നിങ്ങനെ പറയുകയാണേ. പിന്നീട് അലീനയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്, ഭയങ്കര വിഷമിച്ചാണ് നിൽക്കുന്നത്. എന്നിട്ട് അച്ഛൻ ഇത് എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ അങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ.
അച്ഛൻ എനിക്കൊരു സൂചന പോലും തന്നില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കിതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, നിൻ്റെ അച്ഛനെ ഇങ്ങനെ തേടി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല, എന്നിട്ടും ഞാനതൊക്കെ ചെയ്തില്ലേ, നിനക്ക് വേണ്ടിയല്ലേ മോളെ ഞാനതൊക്കെ ചെയ്തത്, അപ്പോൾ ഒരു നന്ദി വാക്ക് പറയല്ലേ വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായിട്ടോ. അപ്പോൾ സോറി അച്ഛാ, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, അച്ഛൻ എനിക്കൊരു സൂചന പോലും തരാത്തതുകൊണ്ട്, അച്ഛൻ ഇതെല്ലാം മറിഞ്ഞു വെച്ചുകൊണ്ട് എന്നോടൊന്നും പറയാത്തതുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് പറഞ്ഞത് നിനക്ക് അവിടെ ചെന്നിട്ടുണ്ടാവുന്ന ആ ഷോക്കും ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്നെ കൊണ്ടുപോയി വിട്ടിട്ട് നിങ്ങളുടെ മകളായി നിങ്ങളായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പാട് നോക്കി പോരായിരുന്നല്ലോ, അതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിൽ നിൻ്റെ മനസ്സൊന്ന് അതിന് പാകപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. ആഗ്രയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കുളത്തൂപ്പുഴയുള്ള സ്റ്റാൻലി ജോസഫ് ആ പ്ലാന്റർ ആണ് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് അലീന പോകുന്നതെന്നുള്ളത് അപ്പോഴാണ് കേട്ടോ അലീനയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലാണ് പിന്നീട് അലീന നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വൈജ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ബാഗെല്ലാം മനു ഇങ്ങനെ കാറിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് പോകാനിറങ്ങുന്ന സമയത്ത് കമലയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നേ, പോയിട്ട് വാ, നീ ഇങ്ങനെ നിൻ്റെ അധികാരം എല്ലാം പിടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, കമലേട്ടത്തിയും കൂടെ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നേനേന്ന്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ടായിരുന്നു വൈജയനോട്, നീ ഇപ്പോൾ നിൻ്റെ മക്കളും ഒക്കെ അവിടെ ഉണ്ട്, അവരുടെ കാര്യമാണ് നോക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയെങ്കിലും ഒന്ന് ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുമെന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാണല്ലേ, അല്ലെങ്കിലും ഗംഗേട്ടൻ ഇങ്ങനെ ബാലേന്ദ്രൻ്റെ സൈഡാണല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് മനു വണ്ടിയിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് വരുന്ന സമയത്ത് ശിവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വൈജയനെ കൊണ്ട് ചെന്ന് വിടുമെന്ന് പറയട്ടെ. അപ്പോൾ ഞാനാണ് കൊണ്ടുവിടുന്നതെന്ന് മനു ചോദിക്കും. ഞാൻ വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരുമായിരിക്കും, ശിവേട്ടനും ഗംഗേട്ടനും ആയിരിക്കും കൊണ്ടുവിടുന്നതെന്ന് ആണ് വിചാരിച്ചതെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ബാലേന്ദ്രനുള്ള സമയത്ത് പോയിക്കോളാം, ഇപ്പം നീ കൊണ്ടുവിടുമെന്ന് പറയും. അപ്പം വൈജയന്തി പറയാണ്, അവനിപ്പോൾ അങ്ങോട്ട് വരാൻ വലിയ താല്പര്യമൊന്നും കാണില്ല, അവൻ്റെ ആളുകളൊന്നും അവിടെ ഇല്ലല്ലോ എന്ന് പറയേ. മനു കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ. അപ്പോൾ മനു പറയും, വൈജ അങ്ങനെ പറയുമ്പോൾ, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞില്ലേ ആൻറ്റി, പിന്നെ എന്തിനാ എന്ന് പറയും കേട്ടോ. എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് വൈജയാണെങ്കിലും കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വേഗം ചെന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ കമലയ്ക്ക് ഭയങ്കര ആശ്വാസമാണല്ലോ, ഒരു ശല്യം ഒഴിഞ്ഞു പോയല്ലോ, വൈജ പോകാൻ വേണ്ടിയിട്ടാണല്ലോ കമലയും കാത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചെന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. പിന്നീട് വൈജ വണ്ടിയിൽ കയറി എല്ലാവരോടും യാത്ര പറയുവേ. അത് കഴിഞ്ഞ് ശിവനാണെങ്കിലും ശിവൻ അങ്ങ് കയറി അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും അല്ലേ എന്ന്. അപ്പോൾ ശിവനാണെങ്കിലും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇതുവരെ ഇപ്പോൾ പ്രശ്നം ഉണ്ടായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ, അതുകൊണ്ട് ഈ ഗംഗേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഗംഗേട്ടൻ്റെ തോളിലൊരു തട്ടൊക്കെ തട്ടിയിട്ട് ശിവനും അങ്ങ് അകത്തേക്ക് കയറി പോകും കേട്ടോ. അതിൻ്റെ പിറകെ കമലയും പോകുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനനെ നോക്കുന്ന സമയത്ത് അലീന ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ വെള്ളക്കുപ്പി അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ കരഞ്ഞത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് മുഖമൊക്കെ കഴുകാൻ പറയൂ കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് ആ വെള്ളക്കുപ്പി വാങ്ങിച്ചിട്ട് മുഖമൊക്കെ കഴുകുന്നുണ്ട്. പിന്നീട് അലീനയ്ക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ, സ്വന്തം പപ്പയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ പിന്നെ ഓരോരോ സംശയങ്ങളുമാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ നിന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻലി ജോസഫിനെ കണ്ടെത്തി നിന്നെ അവിടെ എത്തിക്കാമെന്ന് വിചാരിച്ചത്, ഞാൻ അദ്ദേഹത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അച്ഛൻ ഇങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അതുപോലെ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണെന്നുള്ള കാര്യം അറിയോ അദ്ദേഹത്തിനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും അറിയാമെന്ന് പറയും. ഞാനെല്ലാം ഇങ്ങനെ സ്റ്റാൻലി ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്നേഹിക്കുകയും കൂടെ താമസിപ്പിക്കുകയും ചെയ്ത പെണ്ണിനെ ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്ന ഹതഭാഗ്യനായ ഭർത്താവാണെന്ന് അതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. പിന്നെ ഞാൻ അയാളെ അറിയിച്ചു, അയാൾക്ക് ഒരു മകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെന്നും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാൻ 4 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്ന് പറയൂ കേട്ടോ. അപ്പം അത്രയും സമയം ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അലീനയ്ക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അത് വേറൊരു വീട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലായിരുന്നു, എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, ഞാൻ എൻ്റെ സ്വന്തം പപ്പയുടെ അടുത്തേക്കല്ലേ പോകുന്നത്, ആ വീട്ടിൽ എനിക്ക് സ്നേഹവും പരിഗണനയും കിട്ടുമോ ഒന്നും അറിയത്തില്ല, അതുപോലെ തന്നെ പപ്പ എന്നെ സ്നേഹിക്കുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്നേഹം തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ് കേട്ടോ.
പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒന്നുകൂടെ ഞാനത് പറയും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴും അലീനയ്ക്ക് ഭയങ്കര വിഷമമാണ്. പിന്നീട് അവർ വണ്ടിയിൽ കയറിയിരുന്നിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ബാലേന്ദ്രൻ അലീനയോട് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അലീനേനെ കൈ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞും അലീന ഇങ്ങനെ പകച്ച് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാ ഇങ്ങനെ പകച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അലീന പറയുന്നത്, എനിക്ക് നല്ല പേടിയുണ്ട്, ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ കണ്ട് അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആ വീട്ടിൽ പപ്പയ്ക്ക് വേറെ മക്കളും അതുപോലെ തന്നെ ഭാര്യയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് എന്നെക്കുറിച്ച് അറിയോ, അവർ എന്നെ എങ്ങനെ അംഗീകരിക്കും ഒന്നും അറിയത്തില്ലല്ലോ, ഇനിയിപ്പോൾ ആ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ കാരണം, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ ബാലചന്ദ്രനോട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അച്ഛൻ ഫേസ് ചെയ്ത അതേ പ്രശ്നങ്ങൾ ഇനി പപ്പയും ഫേസ് ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല, അല്ലെങ്കിലും ഞാൻ മാത്രം ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ചാൽ മതിയോ, അദ്ദേഹം കൂടെ അനുഭവിക്കട്ടെ, അദ്ദേഹമല്ലേ ഇതിനൊക്കെ കാരണം എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്ന സമയത്ത് അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ ആ ദേഷ്യം തീർക്കുകയാണോ, അദ്ദേഹത്തിനോട് അച്ഛന് ദേഷ്യമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എനിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യവും അതുപോലെ തന്നെ സ്നേഹവും ഇല്ല എന്ന് പറയും കേട്ടോ. നിനക്ക് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ തിരിച്ചു പോവാം എന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിലും അപ്പോഴും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ അലീന കാരണം ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അലീന. അപ്പോൾ അലീനയുടെ ടെൻഷനെല്ലാം ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നത്, ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടുന്ന സമയത്ത് ഒന്നുകൂടെ പറയും അയാളോട് നിന്നെ വിഷമിപ്പിക്കരുത് എന്നുള്ളത്. പിന്നെ നിനക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം, നിന്നെ ആരും പൂട്ടിയിടും കെട്ടിയിടുമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീനയും ബാലചന്ദ്രനും അങ്ങനെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലെത്തുകയാണ്. അലീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതാണ് സ്റ്റാൻലി ജോസഫിൻ്റെ വീട് എന്ന് പറഞ്ഞ്. പിന്നീട് വൈജയന്തി കടപ്പാട്ടൂരിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവൾ ഉപയോഗിച്ചതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കണം എന്നൊക്കെ പറയുകയാണ്. അത് ഇഷ്ടപ്പെടാതെ ബബിതയും കൃഷ്ണമോളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, അലീന അവിടുന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമം നിനക്കാണെന്ന് അറിയാം എന്നൊക്കെ മനുവിനോട് വൈജയന്തി പറയുമ്പോൾ മനു ആണെങ്കിൽ തിരിച്ച് വൈജയന്തിനോട് പറയുന്നുണ്ട്, ആൻറ്റി വിഷമിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്നോടും അലീന പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ പിന്നെ വൈജയന്തിക്ക് മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നീട് അലീന സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോയിൽ കാണിച്ചത്.